അല്ല, അപ്പൊ സംഗീതയുടെ സംഗീതം അല്ലെ? ആനന്ദം പരമാനന്ദം അങ്ങനെയല്ലേ? ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഞാൻ തന്നെ പാടിയ പാട്ടാണ് ഒരു മുറി വന്ന് പാർത്ത എന്ന മൂവിയില് പതിയെ എന്നുള്ള. ഓ അടിപൊളി, നല്ല പാട്ടാണ്. താങ്ക് യു. രാവിൽ പൊൻകനവായി ചാരിയോടിയടയുന്നുവോ നേരിൽ നീ വരവായാൽ എന്നിൽ പൂക്കാലം നീയും ഞാനുമെന്നും മറുതീരങ്ങൾ തേടി ഒന്നായി ചേർന്നു പാറും തേൻകിളികൾ നിന്നെ ഞാൻ ഏകയായി തേടുമീ സന്ധ്യയിൽ നിന്നിലേക്കെത്തുവാൻ മോഹമോടെ അരികിൽ പതിയിട നെഞ്ചിൽ ആ പാട്ടിൽ നമ്മളങ്ങനെ ലയിച്ചു പോയി. ഗംഭീരായിരിക്കുന്നു. താങ്ക് യു. ഹോങ്കോങ്ങിനെ കുറിച്ചല്ലേ ചോദിച്ചോണ്ടിരുന്നത്? ഞാൻ സമ്മതിക്കില്ല പാട്ടിനെ കുറിച്ച് ഒരാളെ കുറിച്ച് നല്ല രണ്ട് വാക്ക് പറയാൻ സമ്മതിക്കരുത്. നല്ല പാട്ട് പാടി അതിങ്ങനെ അതിന്റെ ആ ഒരു മാധുര്യം നമ്മളിങ്ങനെ നുകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീണ്ടും വീണ്ടും ഹോങ്കോങ് കേരളത്തിലെ കാര്യം കഴിഞ്ഞിട്ട് ഹോങ്കോങ്. പക്ഷേ തീർച്ചയായിട്ടും സംഗീതയോട് കുറച്ചുകൂടി പറയണമല്ലോ. അന്നൊരു കാര്യം ചെയ്യൂ, സംഗീതത്തെ കുറിച്ച് പറയൂ. സംഗീതത്തെ കുറിച്ച് പറയാൻ നല്ല നല്ല ഫീലാണ് ആ പാട്ട് അല്ലെ? പാടിയ ആളുടെ വായിൽ നിന്ന് തന്നെ അത് നേരിട്ട് നമ്മൾ കേൾക്കുന്നു, നമ്മുടെ പ്രേക്ഷകരും. അതൊരു വലിയ സന്തോഷം തന്നെയാണ്. നമുക്ക് നേരിട്ട് കേൾക്കാൻ പറ്റുന്നത് നമ്മുടെ ഭാഗ്യമായിട്ട്. എനിക്ക് ഒരുപാട് സന്തോഷം ഈ ഒരു പുതിയ വർഷം പിറക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. പിന്നെ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു വർഷമാവട്ടെ എല്ലാവർക്കും. സംഗീത ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് സംഗീത പി ജെയിംസ് സാറിന് പറയാനുള്ള ഹോങ്കോങ്ങിനെ കുറിച്ചുള്ള കാര്യം കൂടെ കേട്ടിട്ട് സംഗീത പോയാൽ മതി. ഹോങ്കോങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമല്ല അഡ്വാൻസ് ആയിട്ട് നമ്മുടെ പുതുവത്സരാശംസകള് സംഗീതമയമാകട്ടെ. താങ്ക് യു. ഹോങ്കോങ് നേരത്തെ പറയാൻ പോയത് ഹോങ്കോങ്ങിനെ കുറിച്ച്. ഹോങ്കോങ്ങില് അല്ല, ഞാൻ പോയി ഉണ്ടായിരുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോ അവിടെ മുഴുവൻ തൂങ്ങിക്കിടക്കുന്നത് പാമ്പും തേളും പല്ലിയൊക്കെ ആയിരുന്നു. ആ ഓർമ്മകളിലാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അവിടുത്തെ ആൾക്കാർക്ക് മധുരമുള്ള പാട്ട് കേട്ടിട്ട് പാമ്പിന് പല്ലില്ല. ഒരു കാര്യമുണ്ട്, അവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് മധുരതരമായിട്ടുള്ള ഭക്ഷണം. ഞാൻ കഴിക്കില്ല. പാമ്പിന്റെ നാട്ടിൽ പോയാൽ പാമ്പിനെ തിന്നുന്ന ചേരെ നടുക്കഷ്ണം തിന്നണമെന്നൊക്കെ ഞാൻ ചോദിക്കാൻ വന്നത്. സാർ ഇങ്ങനെ കുറെ സ്ഥലത്ത് പോയിട്ടുണ്ട്, അപ്പൊ വേറെ രാജ്യങ്ങളിൽ ന്യൂ ഇയർ ആഘോഷിച്ചിട്ടുണ്ടോ? ഓ തീർച്ചയായിട്ടും. എവിടെയാ? യൂറോപ്പില് ബെൽജിയത്തിൽ ആഘോഷിച്ചിട്ടുണ്ട്. അപ്പൊ അവര് അവിടുത്തെ ആഘോഷം അറിയാലോ, ഡാൻസും. അറിയില്ല, പറഞ്ഞാലല്ലേ അറിയാം. അത് മാത്രല്ല സാർ എങ്ങനെ ആഘോഷിച്ചു അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് 7 മണി മുതല് എല്ലാ ഇവിടെയും തുറന്നിരുന്ന് ആൾക്കാർ ബീർ കഴിക്കേണ്ട ഒരു ബീർ കഴിക്കും, വൈൻ കഴിക്കേണ്ട ഒരു വൈൻ കഴിക്കും, നൃത്തം ചവിട്ടുന്ന ഒരു നൃത്തം ചവിട്ടും. അയ്യോ പെട്ടെന്ന് ബ്രേക്ക് തരുമോ? അപ്പോ ഈ ഹോങ്കോങ്ങിലെയും യൂറോപ്പിലെയും ആഘോഷങ്ങളുടെ ഒക്കെ കഥകൾ ഇനിയും വരാനുണ്ട്. അതോടൊപ്പം തന്നെ പുതുവത്സര ആഘോഷങ്ങളിലേക്ക് നമ്മൾ അതിന്റെ നിറവിലേക്ക് കടക്കുകയാണ്.